ഈ ലോഗോന് കളർ ചൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് അശ്വിൻ ശേഖർ. ഞാൻ നൊവീനസ് ടെക്നോളജീസിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഒരു ലോഗോ വർക്കാണ് സ്പോർട്ടിവിൻസ്. സ്പോർട്ടിവിൻസ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ബ്രാൻഡാണ്. ഇതൊരു ടർഫ് ബുക്കിംഗ് ആപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി അവരുടെ വിഷൻ, മിഷൻ ആൻഡ് സ്റ്റോറി. ദെൻ നമ്മൾ ഒരു തറോ റിസർച്ച് ചെയ്തു. നമ്മൾ സ്പോർട്ട് ഇവൻസിൻ്റെ ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു തറോ റിസർച്ച് ചെയ്തു. പിന്നീട് നമ്മൾ 3 മൂഡ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്തു. ആ 3 മൂഡ് ബോർഡ്സും ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാനുണ്ടായത്. അതിൽ ഒരു മൂഡ് ബോർഡ് ക്ലയൻറ്റ് സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ സെലക്ട് ചെയ്ത മൂഡ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ലോഗോ സ്ക്രിബിൾ ചെയ്യാൻ തുടങ്ങി. ദെൻ നമ്മൾ ഒരു 3 ലോഗോ ഓപ്ഷൻസ് ഇലുസ്ട്രേറ്റർ വഴി ഡിജിറ്റലൈസ് ചെയ്തു. ആ 3 ഓപ്ഷൻസ് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ സ്പോർട്ട് ഇവൻസിന് ഒരു കോമ്പിനേഷൻ ലോഗോ ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ക്ലയൻറ്റിന് അതിൽ ഒരു സ്പീഡ് എലമെന്റ് വേണമായിരുന്നു. സോ നമ്മൾ സിമ്പലിൽ കുറച്ചുകൂടെ ഒരു സ്പീഡ് കൈൻഡ് ഓഫ് എലമെന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ലോഗോന് കളർ ചൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. അതിൽ നമ്മൾ ഫ്ലൂറസെന്റ് ഗ്രീനും ബ്ലാക്ക് കളറുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവർക്ക് ബ്രാൻഡ് ഗൈഡ് ലൈൻസും പ്രസൻറ്റേഷനും വേണമായിരുന്നു. സോ ദി എൻഡ് നമുക്ക് ടൈം ലൈനിൻ്റെ ഉള്ളിൽ തന്നെ പ്രസൻറ്റേഷനും ബ്രാൻഡ് ഗൈഡ് ലൈനും സബ്മിറ്റ് ചെയ്യാൻ പറ്റി.